ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ ദൗത്യം അല്ലെങ്കിൽ ദൈവമക്കളുടെ ദൗത്യം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. நீங்கள் பூமிக்கு உப்பாய் இருக்கிறீர்கள். உப்பானது சாரமற்று போனால் எதனால் சாரமாக்கப்படும்? வெளியே கொட்டப்படுவதற்கும் മനുഷ്യരാൽ മിതിക്കപ്പെടുവதற்குമേ ഒഴിയ വേറൊன்றுக்கும் ഉതവാത്. ഇവിടെ പറയുന്നു ഭൂമിയുടെ ഉപ്പ്. എല്ലാവരും പറഞ്ഞേ, ഭൂമിയുടെ ഉപ്പ്. ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, കർത്താവ് പറയുകയാണ്, നമ്മൾ നോക്കി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവ് അങ്ങനെ പറയുമ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അതൊരു അലങ്കോലമായ ഒരു ഭൂമിയാണ്. ദൈവം സൃഷ്ടിച്ച് ക്രമീകരിച്ച ഭൂമി അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ എല്ലാവിധമായ ചിട്ടയിലുമായിരുന്നു. എല്ലാ സൃഷ്ടികളും ഒരു ചിട്ടയിലായിരുന്നു. എന്നാൽ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമി, പിശാചിൻ്റെ പ്രവൃത്തികളാൽ തകർക്കപ്പെട്ട അലങ്കോലമായൊരു ഭൂമി, പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമി, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മസേനകൾ വാഴ്ച നടത്തുന്ന ഒരു ഭൂമി. ആ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രനായി ഇറങ്ങി വന്ന കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ഭൂമി അനുഗ്രഹിക്കപ്പെട്ടതാണോ ശപിക്കപ്പെട്ടതാണോ? ദൈവം ശപിക്കപ്പെട്ട ഭൂമി ഉണ്ടാക്കിയില്ല. ദൈവം ഉണ്ടാക്കിയത് അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയെ. എന്നാൽ പിൽക്കാലത്തിൽ ഭൂമി ശപിക്കപ്പെട്ടു. എങ്ങനെ ശപിക്കപ്പെട്ടു? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭൂമി ശപിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ടതേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ദൈവം ശപിക്കപ്പെട്ടതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയായുള്ളത്, അനുഗ്രഹമായുള്ളത് ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഭൂമി അലങ്കോലമായി പോയി. ആ അലങ്കോലമായ ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായി ഇറങ്ങി വന്ന വചനം ജഡമായി തീർന്നു. ദൈവം വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ആ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കർത്താവ് താൻ ഈ ഭൂമിയിൽ വന്ന് എല്ലാ കാര്യങ്ങളെയും നേരെയാക്കിയിട്ട് പോകുവാനല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നത് തൻ്റെ സഭയെ ഒരുക്കുവാൻ, ഒരു പണി നടത്തുവാൻ ഒരു മൂലക്കല്ലിട്ടിട്ട് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അലങ്കോലമായ ഭൂമിയിൽ, കുലഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ, പിശാചാധിപത്യം നടത്തുന്ന ഭൂമിയിൽ, വാഴ്ചകൾ, ദുഷ്ടവാഴ്ചകൾ ആധിപത്യം നടത്തുന്ന ഭൂമിയിൽ അതിനെ വീണ്ടെടുക്കുവാൻ തൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരു മൂലക്കല്ല്, ഒരു ആണിക്കല്ല് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു, നിങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവരോട് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിൻ്റെ ജോലി എന്താ? ഉപ്പ് എന്തിനു ഉപയോഗിക്കും? ഉപ്പില്ലാതെ ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട്? കൈ ഉയർത്തിക്കേ. ഉപ്പില്ലാതെ ആഹാരം കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ട്? ആർക്കും ഇഷ്ടമില്ല. ഫുഡിന്, ടേസ്റ്റിന് എന്ത് വേണം? ഉപ്പ് വേണം. ഉപ്പിന് വേറൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. കേടുവരാതെ, ചീത്തയായി പോകാതെ സൂക്ഷിച്ചു വെക്കുവാനും ഉപ്പ് ഉപയോഗിക്കും, അല്ലേ? അപ്പോൾ ഉപ്പിന് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടോ അതുപോലുള്ള ദൗത്യങ്ങൾ സഭയ്ക്ക് ഈ ഭൂമിയുടെ മേലുണ്ട്. ഹല്ലേലൂയ. രുചിയില്ലാതെ കിടക്കുന്ന, ടേസ്റ്റ് ഇല്ലാതെ കിടക്കുന്ന, ദൈവത്തിന് പ്രയോജനമില്ലാതെ കിടക്കുന്ന ഈ ഭൂമിയെ ടേസ്റ്റ് ഉള്ളതാക്കി മാറ്റുവാൻ, ദൈവത്തിന് ഉപയോഗമുള്ളതാക്കി മാറ്റുവാൻ, ദൈവത്തിന് പ്രയോജനപ്പെടുന്നതാക്കി മാറ്റുവാൻ, ദൈവം ഏത് ലെവലിൽ സൃഷ്ടിച്ചുവോ ആ ലെവലിലേക്ക് ഈ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എത്ര പേർ അത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് ഈ ഭൂമിയുടെ മേൽ ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ആ ദൗത്യം ഈ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം ആക്കി വെച്ചിരുന്ന പൊസിഷനിലേക്ക്
ഈ ഭൂമിയെ മടക്കിക്കൊണ്ടുപോകേണ്ടുന്ന ഒരു ദൗത്യമാണ് ദൈവസഭയ്ക്ക്, ദൈവ മക്കൾക്ക്, ദൈവപുത്രന്മാർക്ക് ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് മടക്കിക്കൊണ്ട് പോകുമോ പോകില്ലേ? പോകോ? ആരൊക്കെ റെഡിയാണ്? അതായത് നമ്മുടെ പട്ടാളക്കാരോട് അവരുടെ അടുത്ത് ക്യാപ്റ്റൻ ഏതെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അവർ ഈ ലെവലിൽ ഇരുന്നാൽ അവർക്ക് നല്ല പണിഷ്മെൻ്റ് കൊടുക്കും. അവരത് പറയും, ഒരു 30 കിലോ വെയിറ്റും തൂക്കിക്കൊണ്ട് ഒരു 30 കിലോമീറ്റർ കറങ്ങി ഓടി വരാൻ പറയും, കൈ ഉയർത്തി വെച്ചുകൊണ്ട്. ഈ ലെവലിൽ ദൈവമക്കൾ ഇരിക്കാൻ പാടില്ല. ഈ കോലത്തിലിരുന്ന് ഭൂമിയെ റെസ്റ്റോർ ചെയ്യാനൊന്നും പറ്റൂല, സ്വന്തം ജീവിതത്തെ റെസ്റ്റോർ ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതവും യഥാസ്ഥാനമാകണം, ഭൂമിയും യഥാസ്ഥാനപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു തീക്ഷ്ണത വേണം. എന്ത് വേണം? അടുത്തൊരു കേട്ടത് പറഞ്ഞേ, തീക്ഷ്ണത വേണം. തീക്ഷ്ണത വേണം, ഉത്സാഹം വേണം, ഉണർവ് വേണം, താല്പര്യം വേണം. ആമേൻ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ ഇരിക്കരുത്, റെഡി. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു? എനിക്ക് വേണ്ടി പോകും? യെശയ്യാ അവിടെ കറങ്ങി ഇരുന്നില്ല. യെശയ്യാ വന്ന് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. നിങ്ങളുടെ അടുത്താണ് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരയക്കും? അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിരിക്കും. അങ്ങനെ ഇരിക്കരുത്. ഞാൻ റെഡി. പറഞ്ഞേ, ഞാൻ റെഡി. എല്ലാവരും പറഞ്ഞേ, ഞാൻ റെഡി. ദൈവം നിങ്ങളെ വീണ്ടെടുത്തത്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തത് നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിൻ്റെ വിളി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു ഉപ്പായിരിക്കുവാൻ, കാരം പോയ ഉപ്പല്ല, കാരമുള്ള ഉപ്പായിരിക്കുവാൻ കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. കാരം പോയ ഉപ്പിൻ്റെ ഗതിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഗതി? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അതിൻ്റെ അർത്ഥം വേസ്റ്റാണ്. എൻ്റെ ചോദ്യം, കാരം പോയ വേസ്റ്റ് ഉപ്പാണോ കാരമുള്ള ഉപയോഗമുള്ള ഉപ്പാണോ? അങ്ങനെ ആകാനാണ് ആഗ്രഹം, അങ്ങനെ തന്നെ ആകണം. കാരമുള്ള ഉപയോഗമുള്ള ഉപ്പായിരിക്കണം ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, ഒരു ദൈവപുത്രൻ. ഹല്ലേലൂയ. ദൈവസഭ അങ്ങനെയായിരിക്കണം. വെറും ചടങ്ങിനെ വന്ന് ദൈവം സൗഖ്യം തന്നതുകൊണ്ട് ഞാൻ വന്ന് ആരാധിക്കുന്നു, ദൈവം എന്നെ വിടുവിച്ചതുകൊണ്ട് ഞാൻ വന്ന് ആരാധിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ വന്ന് ആരാധിക്കുന്നു. ഇല്ലെങ്കിൽ ദൈവം എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാൻ ആരാധിച്ചിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരുന്നാൽ പോരാ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് നമ്മളെ കൊണ്ട് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. കർത്താവ് ആ പദ്ധതിയെ ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് ദൗത്യമുണ്ട്. നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു പൂർത്തീകരിക്കാനുണ്ട്. ഞാനുണ്ടാക്കിയ ഭൂമി ഇങ്ങനെ ആയിരുന്നില്ല. ഞാനുണ്ടാക്കിയ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയല്ല. ഞാനുണ്ടാക്കിയ ഭൂമി പിശാച് വാഴ്ച നടത്തുന്ന ഭൂമിയല്ല, പിശാച് ആധിപത്യം നടത്തുന്ന ഭൂമിയല്ല, രോഗമുള്ള ഭൂമിയല്ല, മരണമുള്ള ഭൂമിയല്ല, പാപമുള്ള ഭൂമിയല്ല, ദുഷ്ടതയുള്ള ഭൂമിയല്ല, അഴിമതിയുള്ള ഭൂമിയല്ല, ദോഷമുള്ള ഭൂമിയല്ല, തിന്മയുള്ള ഭൂമിയല്ല. ഞാനുണ്ടാക്കിയത് അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയാണ്. ഞാനുണ്ടാക്കിയത് സമാധാനമുള്ള ഭൂമിയാണ്. ഞാനുണ്ടാക്കിയത് ദൈവ സാന്നിധ്യമുള്ള, ദൈവ തേജസ്സുള്ള ഭൂമിയാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ഭൂമിയാണ് ഞാനുണ്ടാക്കിയത്. എന്നാൽ മനുഷ്യൻ, സ്വന്തം വില്ലിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള മനുഷ്യൻ വന്നപ്പോൾ അവന് കൊടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് അവൻ മാറി. അത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളെയും അലങ്കോലമാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ കയ്യിൽ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. വാഴ്ച നടത്തുവൻ. എന്താണ് ഏൽപ്പിച്ചത്? വാഴ്ച നടത്തുവൻ. നിങ്ങളൊരു വലിയൊരു മുതലാളിയാണെന്നിരിക്കട്ടെ. എന്താണ് നിങ്ങൾ? അടുത്ത പറഞ്ഞേ, ഞാനൊരു വലിയ മുതലാളിയാണ്. ദൈവം അങ്ങനെ ആക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോ എങ്ങനെ പലിശ കൊടുക്കാം,
എങ്ങനെ ഓരോ മാസവും തള്ളിവിടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാസത്താൽ പറയുന്നത്, ഞാനൊരു വലിയ മുതലാളിയാകാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ദൗത്യത്തോടു കൂടിയാണ്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്താണ്? ഭൂമിയുടെ ഉപ്പാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്. ഒരു 10 കോടി രൂപ ഉണ്ടെന്നിരിക്കട്ടെ. എത്ര രൂപ ഉണ്ട്? 10 കോടി രൂപയുണ്ട്. ആ 10 കോടി രൂപ വെച്ച് അതിനെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളിൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്. അവരെ നിങ്ങളുടെ മാനേജർ എന്ന് പറയാം. അവരാരാണ്? നിങ്ങളുടെ മാനേജറാണ്. ലെവലില്ലാത്ത മാനേജറിൻ്റെ കയ്യിൽ 10 കോടി രൂപ കൊടുത്താൽ അവസാനം 10 കോടിയിൽ 1 രൂപ പോലും ബാക്കി കാണില്ല. ലെവലുള്ള മാനേജറിൻ്റെ കയ്യിൽ ആ 10 കോടി രൂപ കൊടുത്താൽ ആ 10 കോടി കുറച്ച് കഴിയുമ്പോൾ 11 കോടിയാവും, അത് 20 കോടിയാവും, അത് 40 കോടിയാവും, അത് 100 കോടിയാവും, അത് 500 കോടിയാവും. അത് ഡെവലപ്പായി വരും. ശരിയല്ലേ? എന്നാൽ ദൈവം ഈ മനുഷ്യന്റെ കയ്യിൽ ഈ ഭൂമിയെ കൊടുത്തു. എന്തിന്? വാഴ്ച നടത്തുവാൻ. എന്ത് പരുവമാക്കി വെച്ചു? നശിപ്പിച്ച് അലങ്കോലമാക്കി കൈ കൊടുത്തു. ഈ അവസ്ഥയിലാണ് പല മുതലാളിമാരുടെയും അവസ്ഥ. ദൈവത്തിന് പറ്റിയ അതേ അവസ്ഥയിലാണ് പല മുതലാളിമാരുടെയും അവസ്ഥ. പല മാനേജർമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പല ബിസിനസ്സിൻ്റെയും അവസ്ഥ ഇതാണ്. പല കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. പല രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. പല കാര്യങ്ങളും എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. അലങ്കോലമായി കിടക്കുന്നതിനെ നേരെയാക്കുവാനാണ് കർത്താവ് വന്നത്. കുലഞ്ഞു കിടക്കുന്നതിനെ നേരെയാക്കുവാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണത്തെ കൊണ്ടുവരുവാൻ, ഈ ഭൂമിയിൽ ഒരു ക്രമീകരണത്തെ കൊണ്ടുവരുവാൻ, നമ്മുടെ ശരീരത്തിൽ ഒരു ക്രമീകരണത്തെ കൊണ്ടുവരുവാൻ, നമ്മുടെ മനസ്സിലൊരു ക്രമീകരണത്തെ കൊണ്ടുവരുവാൻ, ആത്മാവിലൊരു ക്രമീകരണത്തെ കൊണ്ടുവരുവാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. അതിൻ്റെ നന്മയെ ദൈവത്തിൻ്റെ ജനം ഏറ്റെടുക്കാം. ദൈവമുണ്ടാക്കിയ ഭൂമി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം ആദിയിൽ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമിയെക്കുറിച്ച് വചനം പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെവലപ്പ് ആയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനമുള്ളൊരു ഭൂമിയാണ് കർത്താവ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. പാഴും ശൂന്യവുമാണ്. ഫർദർ ലെവലോട്ട് പോയിട്ടില്ല. ആ സിറ്റുവേഷനിൽ പറയുകയാണ്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. തുടർന്ന് ദൈവം ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കൂ. വെളിച്ചമുണ്ടാക്കി. ഉൽപ്പത്തി 1:4 പറയുന്നു, വെളിച്ചം നല്ലത്. സമുദ്രത്തെയും ഭൂമിയും തമ്മിൽ വേർതിരിച്ചു. ഉൽപ്പത്തി 1:10 പറയുന്നു, സമുദ്രം നല്ലത്, ഭൂമി നല്ലത്. ഭൂമിയിൽ വിത്തുള്ള സസ്യങ്ങളും പുല്ലും വൃക്ഷങ്ങളും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:12 പറയുന്നു, പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളും നല്ലത്. നല്ലത്. എല്ലാവരും പറഞ്ഞേ നല്ലത്. ഓക്കെ. ഈ നല്ലതെന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ പോയി അതിനെ വണങ്ങി നമസ്കരിക്കുവാനല്ല, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ഇനി ഉൽപ്പത്തി 1:18 കർത്താവ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു, നല്ലത്. ഓക്കെ. ഉൽപ്പത്തി 1:21 കർത്താവ് ജലജീവികളെയും പറവകളെയും കുറിച്ച് പറയുന്നു, നല്ലത്. 1:22 കർത്താവ് അവയെ അനുഗ്രഹിക്കുന്നു. ജലജീവികളുടെ മേൽ, മത്സ്യത്തിന്റെ മേൽ എന്തുണ്ട്? ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. ദൈവത്തിന്റെ പറവകളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, ദൈവപുത്രന്മാരുടെ മനസ്സിൽ വരണം, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള പറവ. വൃക്ഷങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള വൃക്ഷങ്ങൾ. ഈ ഭൂമിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം, ദൈവം സൃഷ്ടിച്ച ഭൂമി. ഹല്ലേലൂയ. ഓക്കെ. 1:25 കാട്ടുമൃഗം, കന്നുകാലി, ഭൂചര ജന്തു എല്ലാം സൃഷ്ടിച്ചിട്ട് കർത്താവ് പറയുകയാണ്, നല്ലത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 1:27 ഉൽപ്പത്തി ആദിയാഗമം 1:27 കർത്താവ് അവയെ അനുഗ്രഹിച്ചു. കർത്താവ് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പോൾ അനുഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? അനുഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടമാണ്.
ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും നല്ലതെന്ന് പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചു. ദൈവം ഒരിക്കലും സൃഷ്ടിയെങ്കിൽ ഒരു ശാപവും നടത്തിയിട്ടില്ല. നിങ്ങൾ ശപിക്കപ്പെട്ടിരിക്കും എന്നല്ല, അനുഗ്രഹിച്ചു. നല്ലതെന്ന് കണ്ടു, നല്ലത്, അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവം തൻ്റെ മക്കളിലും അത് തന്നെ ആഗ്രഹിക്കുന്നു. നന്നായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, നന്നായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, നന്നായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. കരഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് തകർന്നിരിക്കുവാനല്ല കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നന്നായിരിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനും കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. കഷ്ടതയിലിരിക്കണമോ നന്നായിരിക്കണമോ? നന്നായിരിക്കണം. ഞെരുക്കത്തിലിരിക്കണമോ നന്നായിരിക്കണമോ? നന്നായിരിക്കണം. ദാരിദ്ര്യത്തിലിരിക്കണമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമോ? അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. കുഴഞ്ഞ് ബലഹീനതയിലിരിക്കണമോ ബലത്തോടിരിക്കണമോ? ഓക്കെ. ദൈവം നന്നായിരിക്കണമെന്നും അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നും തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം വെച്ച സിസ്റ്റത്തിൽ നിന്നും അതിൽ ഒരു കൊളാപ്സിംഗ് ഉണ്ടായി, അത് കോംപ്ലിക്കേഷനിലേക്ക് പോയി, അത് തകർന്നു പോയി. അതിനെ തിരികെ ആക്കുവാനാണ് കർത്താവ് തന്നെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നത്. അതിനാണ് കർത്താവ് നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വചനത്തെ തന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നന്മകളെ തന്നു, സൗഖ്യത്തെ തന്നു, വിടുതൽ തന്നു, ജയത്തെ തന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമ്മെക്കൊണ്ട് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണമെന്ന് നമുക്കൊരു ചിന്തയുണ്ടാകണം. ഹല്ലേലൂയ. കർത്താവ് എന്നെ വിളിച്ചത് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം അനുഗ്രഹം വരും, നന്മയായുള്ളത് വരും, ആശീർവദിക്കപ്പെട്ടത് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരും. നന്നായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം, എന്നാൽ ദൈവത്തിന് നമ്മൾ പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. 1:31 ഉൽപ്പത്തി 1:31 കർത്താവ് എല്ലാം സൃഷ്ടിച്ചിട്ട് പറയുന്ന ഒരു കാര്യം നോക്കുക. എത്രയും നല്ലത്. എന്താണ്? എല്ലാവരും പറഞ്ഞേ, എത്രയും നല്ലത്. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? വെരി ഗുഡ്. വെരി ഗുഡ്. സ്കൂളിൽ കുട്ടികൾ കോപ്പി റൈറ്റിംഗ് എല്ലാം എഴുതിക്കൊണ്ട് പോകുമ്പോൾ ടീച്ചർമാർ ടിക്കറ്റ് കൊടുക്കും. ചിലപ്പോൾ ഗുഡ് ഇടും. നല്ല ഇഷ്ടപ്പെട്ടാൽ എന്ത് പറയും? വെരി ഗുഡ്, വളരെ കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയും, അല്ലേ? ദൈവം സൃഷ്ടികളെല്ലാം നടത്തി, എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ക്രമീകരണങ്ങൾ നടത്തിയതിനു ശേഷം കർത്താവ് പറയുകയാണ് വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്, വളരെ നല്ലത്. അങ്ങനെ ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. രോഗമില്ലാത്ത ഭൂമി, മരണമില്ലാത്ത ഭൂമി, കണ്ണുനീരില്ലാത്ത ഭൂമി, തോൽവിയില്ലാത്ത ഭൂമി, നിരാശയില്ലാത്ത ഭൂമി, വേദനയില്ലാത്ത ഭൂമി, നന്മകൾ നിറഞ്ഞ ഭൂമി, സമൃദ്ധിയുള്ള ഭൂമി, പ്രയാസങ്ങളില്ലാത്ത ഭൂമി, പ്രതിസന്ധികളില്ലാത്ത ഭൂമി, മുട്ടില്ലാത്ത ഭൂമി. അങ്ങനെ ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഭൂമിയെക്കുറിച്ച് ദൈവം പറയുകയാണ് വെരി ഗുഡ്, വളരെ നല്ലത്, വളരെ നല്ലത്. എന്നാൽ ആ ഭൂമിക്ക് എന്തു പറ്റി? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ആ ഭൂമിയിൽ ശാപം തുടങ്ങുകയാണ്. 14-ാം വാക്യത്തിൽ കർത്താവ് പാമ്പിനെ നോക്കി പറയുകയാണ്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, വളരെ നല്ല ഭൂമിയിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയിൽ ശപിക്കപ്പെട്ട ഒന്നിൻ്റെ ഒരു സാന്നിധ്യം വന്നു. നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ശാപമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ശാപത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണുന്നു. ഭൂമിയിൽ, അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ല ഭൂമിയിൽ ശാപത്തിൻ്റെ ഒരു അംശം ആ പാമ്പിൽ കണ്ടു. തുടർന്ന് 3:17 കർത്താവ് പറയുകയാണ്, 3:17 കർത്താവ് പറയുകയാണ്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ. ഈ ഭൂമി ദൈവം വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഭൂമി ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഭൂമി ശപിക്കപ്പെട്ട ഭൂമി. ശാപം നിമിത്തം എന്ത് സംഭവിച്ചു?
1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ അവിടെ മറ്റു ചില ആധിപത്യങ്ങൾക്ക് മാറ്റം വന്നു, ഭരണത്തിന് മാറ്റം വന്നു. വചനം പറയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടൻ എന്ന സ്ഥലത്ത് പിശാച് എന്നിട്ടുള്ളൂ. സർവഭൂമിയും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. ശപിക്കപ്പെട്ട ഭൂമി പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. ഇതാണ് ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥ. വീണ്ടും ഈ ഭൂമിയെ വാഴുന്ന ചില വാഴ്ചകളുണ്ട്. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വചനം പറയുന്നു, പോരാട്ടമുണ്ട്. എന്തുണ്ട്? പോരാട്ടമുള്ള ഭൂമി. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ എന്തില്ല? പോരാട്ടമില്ല. പോരാട്ടമില്ല. ഇപ്പോഴത്തെ ഭൂമിയിൽ എന്തുണ്ട്? പോരാട്ടമുണ്ട്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട്. ആരോട്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാര ലോക അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട് എന്തുണ്ട്? പോരാട്ടമുണ്ട്. പോരാട്ടമുള്ള ഭൂമി. പോരാടുവാൻ ഒരു ശത്രു ഉണ്ട്. ദൈവജനമാണ് ആ പോരാട്ടം നയിക്കേണ്ടത്. ദൈവസഭയാണ് ആ പോരാട്ടം നയിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു 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 ശത്രുവിൻ്റെ സൈന്യം, ഒരു പിശാചിന്റെ ആധിപത്യം, ഒരു പിശാചിന്റെ വാഴ്ച ഇപ്പോൾ ഭൂമിയിലുണ്ട്. ദൈവം ഭൂമിയെ വാഴുവാൻ കൊടുത്തത് പിശാചിനല്ല, ദൈവം ഭൂമിയെ വാഴുവാൻ കൊടുത്തത് മനുഷ്യനാണ്. എന്നാൽ മനുഷ്യൻ നേരെ നിൽക്കാത്തത് കൊണ്ട് അത് പിശാച് തട്ടിയെടുത്തു. സർവ്വഭൂമിയും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നു. എന്നാൽ ഭൂമി ആരുടേതാണ്? 24-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ വചനം പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഈ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ദൈവത്തിന്, പക്ഷേ അത് ഉപയോഗിക്കുന്നത് സാത്താൻ. ഈ ഭൂമിയുടെ പ്രമാണം ദൈവത്തിൻ്റെ കയ്യിൽ, പക്ഷേ അത് തട്ടിയെടുത്ത് വച്ചിരിക്കുന്നത് പിശാച്. ഇതാണ് പലരുടെയും അവസ്ഥ. പ്രമാണം കയ്യിലുണ്ടാകും, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. വാഗ്ദത്തമുണ്ട്, കിട്ടില്ല. വെളിയുണ്ട്, അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വിഷനുണ്ട്, അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒരു സ്വസ്ഥതയുണ്ട്, അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ശ്രേഷ്ഠമായതൊന്ന് ചില ദൈവം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കയറി വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രമാണം ആരുടെ കയ്യിലാണ്? ഭൂമിയുടെ മൊത്തം ഭൂമിയുടെ പ്രമാണം ആരുടെ കയ്യിലാണ്? ചിലർ പറയുന്നത് എൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണത്തെ കുറിച്ചല്ല പറയുന്നത്, മൊത്തം ഭൂമിയുടെ. കർത്താവ് പറയുന്നു, ഭൂമി എനിക്കുള്ളത്, സമുദ്രം എനിക്കുള്ളത്, പർവ്വതങ്ങൾ എനിക്കുള്ളത്, കുന്നുകൾ എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ മൊത്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അതിൻ്റെ പ്രമാണം ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്, സൃഷ്ടാവിൻ്റെ കയ്യിലാണ്. എന്നാൽ അതിനെ തട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാത്താൻ്റെ ശക്തി ഇവിടെയുണ്ട്. അതിനെ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക പോരാട്ടം, പൈശാചിക ശക്തി ഇവിടെ ഉണ്ട്. എങ്ങനെ അത് വന്നു? ശപിക്കപ്പെട്ട മനുഷ്യനാൽ, അനുസരണക്കേട് കാണിച്ച മനുഷ്യനാൽ അങ്ങനെ ഒരു അവകാശം ഇതിൻ്റെ മേൽ വന്നു. അവൻ വാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ ദൈവം ഇങ്ങനെ ഈ കോലത്തിൽ വാഴ്ച നടത്തുവാനല്ല മനുഷ്യനെ ആക്കിയത്. അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയിൽ, വളരെ നല്ല ഭൂമിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് മനുഷ്യനെ ഭൂമിയിൽ വെച്ചത്. ഈ ഭൂമിയെ മാനേജ് ചെയ്യാനുള്ള മാനേജേഴ്സ് ആയിട്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ വെച്ചത്. എന്നാൽ അതിൽ പാളിച്ച വന്നതുകൊണ്ട് ഭൂമി അലങ്കോലമായി അതിനെ ശത്രുവായ സാത്താൻ തട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് അതിനെ തിരിച്ചു പിടിക്കണം. ഭൂമിയെ നശിപ്പിക്കുന്നവരെ കർത്താവ് വിടില്ല. ഞാനൊരു വചനം നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 21-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അല്ല, ആ വചനമല്ല. ഇവിടെ ഒരു വചനം പറയുന്നു. ഞാൻ ആ വചനം അതിന്റെ റെഫറൻസ് മിസ് ചെയ്തു. വചനം പറയുന്നു, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലം വന്നു.
വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ റെഫറൻസ് ഞാൻ പിന്നാലെ തരാം. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലം വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ന്യായവിധിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള കാലം വന്നു. ആരാണ് ഭൂമിയെ നശിപ്പിക്കുന്നത്? പിശാച് ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട്. ദുഷ്ട മനുഷ്യരും ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാലം വരും. എപ്പോ വരുമെന്നറിയാമോ? സഭ പണിയപ്പെടുമ്പോൾ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. സഭ പണിയപ്പെടുമ്പോൾ, ദൈവപുത്രന്മാർ എഴുന്നേൽക്കുമ്പോൾ, ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരുമ്പോൾ, ദൈവപുത്രന്മാരിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ളൊരു കാലം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ദൈവം തൻ്റെ മക്കളിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ, ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ മരണമില്ല. ശരീരത്തിൽ പോലും മരണമില്ല. ആത്മാവിൽ മരണമില്ല, ശരീരത്തിൽ പോലും മരണമില്ല. അവൻ അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞത്, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെ പറയുമ്പോഴും ജലപ്രളയത്തിന് മുന്നിൽ അവരുടെ ആയുസ് 800 വർഷവും 900 വർഷവും 1000 വർഷവും അതിനു പുറത്തും ഒക്കെ ശരീരത്തിൽ പോലും ജീവിക്കുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നു. ജലപ്രളയത്തിന് ശേഷം അപ്പോഴാണ് മോശ പറയുന്നത്, മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം എന്ന് ചുരുങ്ങി വന്നിരിക്കുകയാണ്. എങ്കിലും അതൊരു ജനറൽ ലൈനാണെങ്കിലും ചിലർ അതും കടന്നു പോകാറുണ്ട്. 120, 150, 200 പോകാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട്, ജനറൽ ആയിട്ട് 70 സംവത്സരം, ഏറിയാൽ 80 സംവത്സരം അതൊരു ബൗണ്ടറി ലൈനാണ്. ചില എക്സെപ്ഷൻസ്, ചില ഒഴികഴിവുകൾ അതിലുണ്ടാകും. ചിലർക്ക് അത് കടന്നു പോകാം. നിങ്ങൾക്ക് എത്ര കാലം ഈ ശരീരത്തിൽ ഭൂമിയിൽ ജീവിക്കണം? പറഞ്ഞേ, എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞേ. ഇമ്മീഡിയറ്റ്ലി മരിക്കണോ? വേണ്ട. എത്ര കാലം ജീവിക്കണം? കേട്ടില്ല. സൗണ്ട് കേട്ടു, എന്താണെന്ന് കേട്ടില്ല. 120 വയസ്സ്. ബെൽസസിന് 120 വർഷം ജീവിക്കണം. ഇനി 120 ആണോ? മൊത്തം 120. വേറെ വേറെ നിങ്ങൾക്ക് എത്ര കാലം ഭൂമിയിൽ ജീവിക്കണം? ശരീരത്തിൽ. ആത്മാവിൽ മരണമില്ല, നിത്യകാലം ജീവിക്കും. ഒരു നിത്യരാജ്യത്തിന്റെ എക്സ്പീരിയൻസിൽ ദൈവജനം പ്രവേശിച്ചു കഴിഞ്ഞു. എൻ്റെ ക്വസ്റ്റ്യൻ ആത്മാവിൽ എത്ര കാലം ജീവിക്കുമെന്നല്ല, ഈ ശരീരത്തിൽ എത്ര കാലം ഭൂമിയിൽ ജീവിക്കണം? ഈ നിശബ്ദതയിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കുകയാണ്, അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞു പോയാൽ ചിലപ്പോൾ അതിന് ശേഷം കടന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാണ് സൈലൻസ് ആയി. നല്ലതാ, ചില സ്ഥലങ്ങളിൽ സൈലൻസ് നല്ലതാണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. ജലപ്രളയത്തിന് മുന്നിൽ അവരുടെ ആയുഷ്കാലത്തെ നോക്കുക. 600, 800, 900, 1000, 1000 ചില്ലറ. ഈ ലെവലിൽ മനുഷ്യന്റെ ആയുഷ്കാലം ശരീരത്തിൽ തന്നെ എക്സ്റ്റെൻഡ് ആവുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. ജലപ്രളയത്തിന് ശേഷം 70, 80 എന്നൊരു ബൗണ്ടറി ലൈൻ വെച്ചിരിക്കുന്നു. മുന്നും പിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നേക്കും. എന്നാൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഒരു 1000 വർഷക്കാലമുള്ള ഒരു ഭരണത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ? 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ ഭരണാധികാരി മാറില്ല. ആ ഭരണാധികാരി 1000 വർഷവും കാണും. എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തിന് മുന്നേ മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം ആയുസ്സുണ്ടായിരുന്നോ അങ്ങനെ ഒരു കാലത്തിലേക്ക് കമ്മിങ് ഡേയ്സിൽ മനുഷ്യർ പ്രവേശിക്കും. അതിപ്പോഴേ വേണോ പിന്നെ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? 1000 വർഷത്തോളം മനുഷ്യർ ആയുസ് വർദ്ധിപ്പിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഭൂമി പോകാൻ പോകുന്നു. അതെപ്പോ പോകുമെന്ന് അറിയാമോ?
ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനിയും മനുഷ്യനിൽ കൂടുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ, അനീതിയെ തകർക്കുമ്പോൾ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുമ്പോൾ, മനുഷ്യൻ്റെ ശരീരത്തിലും ഭൂമിയുടെ അന്തരീക്ഷത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും. വിശ്വസിക്കാമോ? എത്ര പേർ വിശ്വസിക്കുന്നു? ഏറ്റെടുത്തോളൂ. 1000 വർഷ ഭരണകാലത്തിൽ കയറിയിട്ട് 100 വർഷമാകുമ്പോൾ മരിച്ചു പോകണോ? അത് 1000 വർഷം പൂർത്തീകരിച്ച് അവിടെ ഇരിക്കണോ? എന്ത് വേണം? പൂർത്തീകരിച്ചിരിക്കണം. അപ്പോൾ ആയുസ് നീണ്ടല്ലേ പറ്റുള്ളൂ. ആയുസ് നീളും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഭൂമി വരും എന്നുള്ള കാര്യം വെച്ചിട്ടുണ്ട്. ഭൂമി ഒറിജിനൽ കണ്ടീഷനിൽ എങ്ങനെയായിരുന്നുവോ പതിയെ അതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം ഭൂമിയെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുന്നോ 1000 വർഷക്കാലം മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനു മുന്നിൽ ഏദൻ തോട്ടത്തിൽ എന്തായിരുന്നു അവസ്ഥ? മരണം ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ പോലും മരണം ഉണ്ടായിരുന്നില്ല. അനുസരണക്കേട് കാണിച്ചതിന് ശേഷമാണ് ദൈവം വന്ന് പറഞ്ഞത്, ഒരു തീരുമാനം എടുത്തത്, നീ പൊടിയാണ്, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും. ക്ലിയറായോ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്ന് 70 ഏറിയാൽ 80 എന്നുള്ള ടൈം ലൈനിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഇനിയും ആ ജലപ്രളയത്തിന് മുന്നിലുള്ള കാലഘട്ടത്തിൽ അവർ ആയുസ് നീണ്ടു ജീവിച്ചതുപോലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഭൂമി പോകും. അതിനുശേഷം ജലപ്രളയത്തിന് മുന്നിൽ ഏദൻ തോട്ടത്തിന്റെ അകത്തുള്ള അനുഭവം എന്തായിരുന്നോ, മരണമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് ഭൂമി പോകും. അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ദൈവപുത്രനായി ഇറങ്ങി വന്നത്. നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് കുറച്ചു കാലം ഇവിടെ ജീവിച്ച് പോയാൽ മതി എന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണോ? അങ്ങനെ വേണ്ട. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കയറി വരാനായിട്ട് നമ്മെ വിട്ടുകൊടുക്കാം. നമ്മെ കൊണ്ട് ഈ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇപ്പോഴുള്ള കഷ്ടങ്ങൾ സാരമില്ല, ഇത് മാറും. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ ആദ്യം പുറത്തു വരും. നമ്മെ കർത്താവ് അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഈ ഭൂമിയുടെ റെസ്റ്റോറേഷന് വേണ്ടി, ഈ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റെടുക്കുവാൻ, സ്തോത്രത്തോടെ ആ വചനത്തെ ഏറ്റെടുക്കുവാൻ. കർത്താവ് സൃഷ്ടിച്ച ആദിമകാലത്തിൽ നിന്നും പിന്നെ ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, മനുഷ്യന്റെ ആയുസ്സിൽ എന്തൊക്കെ മാറ്റം വന്നു, ഇനി തിരികെ എന്തൊക്കെ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തെയാണ് തിരുവചനത്തിൽ കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വീണുപോയ മനുഷ്യരിൽ നിന്നും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കർത്താവ് എഴുന്നേൽപ്പിച്ച്, ദൈവപുത്രന്മാരെ എഴുന്നേൽപ്പിച്ച്, തേജസ് വെളിപ്പെടുത്തുന്ന ദൈവപുത്രന്മാരെ എഴുന്നേൽപ്പിച്ച് ഈ ഭൂമിയെ മടക്കി കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഹല്ലേലൂയ. ഭൂമിയെ മടക്കി കൊണ്ടുവരണം. ഏദനിൽ പാപം ചെയ്യുന്നതിന് മുന്നേ മനുഷ്യന്റെ ആയുസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു, മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു, അതേ ലെവലിലേക്ക് ഭൂമിയെ മടക്കിക്കൊണ്ട് വരേണ്ടുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. പഴയ ആകാശത്തിലും പഴയ ഭൂമിയിലും എന്താണ് പ്രശ്നം? പഴയ ഭൂമി പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമി. പുതിയ ഭൂമി ദൈവത്തിന്റെ തേജസ്സുള്ള ദൈവത്തിന്റെ പുത്രന്മാർ വാഴ്ച നടത്തുന്ന ഭൂമി. പഴയ ഭൂമി വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മസേനകൾ ഉള്ള ഭൂമി. പുതിയ ഭൂമിയിൽ അതില്ല. പഴയ ഭൂമി ദൈവപുത്രന്മാർക്ക് പോരാട്ടമുള്ള ഭൂമി. പുതിയ ഭൂമിയിൽ പോരാട്ടം ഇല്ല. ഹല്ലേലൂയ. പഴയ ഭൂമിയിൽ സാത്താൻ അലങ്കോലമാക്കി വെച്ചിരുന്നു. പുതിയ ഭൂമി എല്ലാം ചിട്ടപ്പെടുത്തിയൊരു ഭൂമി. പഴയ ഭൂമി അവിടെ പാപമുണ്ട്, ദുഷ്ടതയുണ്ട്, അനീതിയുണ്ട്. പുതിയ ഭൂമിയിൽ അതില്ല. മരണമില്ല, രോഗമില്ല, ദുഷ്ടതയില്ല, പിശാചിന്റെ ആധിപത്യമില്ല. അവിടെ എന്തുണ്ട്? പുതിയ ഭൂമിയിൽ എന്തുണ്ട്? പുതിയ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതേ ഒരു അനുഭവത്തിലേക്ക്
ഭൂമിയെ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഓരോ അവസ്ഥകളിൽ നിന്നും കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ പുത്രന്മാരായി രൂപാന്തരപ്പെടുത്തി പണിതുകൊണ്ടേയിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം നമ്മൾ കേൾക്കുന്തോറും വചനത്താൽ കർത്താവ് നമ്മെ പണിയുകയാണ്. ഇതാണ് സഭയുടെ പണി. സഭയുടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. എന്നാൽ അതിലുപരി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും സ്വഭാവത്തിൽ ചിന്തയിൽ പണി നടന്നാൽ, വചനത്താൽ പണി നടന്നാൽ, അതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കുന്ന ദൈവപുത്രന്മാർ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. 1000 വർഷത്തെ വാഴ്ച, 1000 വർഷത്തെ ഭരണം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് ആ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുവാൻ സഭ ഒരുങ്ങേണ്ടതുണ്ട്. ദൈവജനം ഒരുങ്ങേണ്ടതുണ്ട്. ദൈവജനം പ്രിപ്പയർ ആകേണ്ടതുണ്ട്. ആത്മാവിൽ മാത്രമല്ല, ശരീരത്തിലും ഈ ഭൂമിയുടെ ഭൗതിക കണ്ടീഷൻസിലും ഒരു മാറ്റം ദൈവപുത്രന്മാരാൽ, സഭയാൽ ഈ ഭൂമിയിൽ വരേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ ഭൂമി, അവിടെ എന്തുണ്ട്? സങ്കീർത്തനം 91:13 പറയുന്നത് പോലെ സിംഹം, അണലി, ബാലസിംഹം, പെരുമ്പാമ്പ്. പുതിയ ഭൂമിയിൽ അതില്ല. എന്നാൽ ഈ പഴയ ഭൂമിയിൽ ഈ ജോലികൾ സഭ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ ഭൂമിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പുതിയ ഭൂമി എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ട് മറ്റൊരു ഭൂമിയെ ദൈവം സൃഷ്ടിക്കുമെന്നല്ല. ഇതേ ഭൂമി തന്നെ പിശാചിന്റെ വാഴ്ചയില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ വാഴ്ചയുള്ള ഒരു ഭൂമി. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോഴും ശരീരം എന്ത് ശരീരമാണ്? നേരത്തെ ഉള്ള ശരീരം തന്നെ. പക്ഷെ ദൈവത്തിന്റെ മുന്നേ എങ്ങനെയുള്ള മനുഷ്യനാണ്? പുതിയ സൃഷ്ടി. ജനിച്ചിട്ട് 50 വർഷമായി കാണും. പക്ഷേ ആ സമയത്താണ് ക്രിസ്തുവിലായത്. 50 വർഷത്തെ മുമ്പുള്ള ശരീരം തന്നെയാണ് അപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ഇവൻ ക്രിസ്തുവിലായി, അതുകൊണ്ട് ഇവൻ വചനത്തിലായി, ഇവൻ പരിശുദ്ധാത്മാവിലായി, ഇവൻ സ്നാനമെടുത്തു, ഇവൻ ദൈവരാജ്യത്തിന്റെ ഉള്ളിലായി. അതുകൊണ്ട് ഈ 50 വയസ്സ് പ്രായമുള്ള ഇനി ഇവൻ പഴയ സൃഷ്ടിയല്ല, ഇവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയും അത് തന്നെയാണ്. ഈ പഴയ ഭൂമിയെ കർത്താവ് പുതിയതാക്കി മാറ്റും. ഇതിൻ്റെ ദുഷ്ടന്റെ അധീനതയെ മാറ്റും. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുള്ള ഭൂമിയാക്കി ഇതിനെ മാറ്റും. അതിനായി നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നു. അതിനായി കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുന്നു. എത്ര പേർ റെഡിയാണ് ആ ദൗത്യത്തിലേക്ക് കയറി വരുവാൻ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങളിൽ എത്ര പേർ പ്രെയർ വാക്ക്, പ്രൈസ് വാക്കൊക്കെ പോകുന്നുണ്ട്? അല്ലെങ്കിൽ നടന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, നടന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? കൈ ഉയർത്തിക്കേ. ശരി, വെരി ഗുഡ്. അനേകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓൺലൈനിലുള്ളവരും അങ്ങനെ ചെയ്യുക. നോക്കിക്കേ, ഒരു മനുഷ്യൻ, സാധാരണ ഇന്നുള്ള സയൻറ്റിസ്റ്റുമാരുടെ കണക്കനുസരിച്ച് ഒരു മനുഷ്യൻ ഒരു ദിവസം 10,000-12,000 സ്റ്റെപ്സ് എങ്കിലും നടക്കണമെന്നാണ് അവർ പറയുന്നത്. നല്ലവണ്ണം ആരോഗ്യത്തോടുകൂടെ ആയുസ്സോടുകൂടെ ജീവിക്കണമെങ്കിൽ. ഇവിടെ 1 കിലോമീറ്റർ നടക്കാൻ പോലും കരഞ്ഞേറി നടക്കുന്ന മനുഷ്യരാണുള്ളത്. പക്ഷെ ദീർഘായുസോടെ ജീവിക്കണമെന്ന് ഇഷ്ടമുണ്ട്. ദീർഘായുസോടെ ജീവിക്കുവാൻ വചനത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ ദീർഘായുസ് എന്നുള്ള ഗിഫ്റ്റ് കിട്ടും. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നതിലൂടെ ദീർഘായുസ് എന്നുള്ള ഒരു ഗിഫ്റ്റ് കിട്ടും. ദൈവം ഒരു മനുഷ്യന് ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് മുന്നമേ ചിലർ മരിച്ചു പോകും. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം, വൈ ഷുഡ് യു ഡൈ ബിഫോർ യുവർ ടൈം? നിങ്ങളുടെ സമയത്തിന് മുന്നേ നിങ്ങൾ മരിച്ചു പോകുന്നത് എന്തിനാണ് എന്നാണ് അവിടെ വചനം പറയുന്നത്. ദൈവം ഒരു സമയം കൊടുത്തിട്ടുണ്ട്, ശരീരത്തിൽ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നമേ ചിലർ മരിച്ചു പോകും. എന്തില്ലാത്തതുകൊണ്ട്? ദൈവഭയമില്ലാത്തതുകൊണ്ട്, ജ്ഞാനമില്ലാത്തതുകൊണ്ട്, വചനം അനുസരിക്കാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ വഴിയിൽ വരാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പലരുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഈ ഇന്നത്തെ അവസ്ഥയിൽ 70-80 മുന്നും പിന്നും. പക്ഷേ വരും കാലങ്ങളിൽ 1000 സംവത്സരം, അതിനുശേഷം നോ ഡെത്ത്, മരണമേ ഇല്ല എന്നൊരവസ്ഥയിലേക്ക് ഈ ഭൂമിയുടെ കണ്ടീഷനെ തിരികെ കൊണ്ടുപോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിലേക്ക് കയറി വരുവാൻ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിന്
യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തിന്, വചനം അനുസരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം യോശുവയോട് പറഞ്ഞു, നീ കാൽ ചവിട്ടുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും. എന്താണ് പറഞ്ഞേ? കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും. നിങ്ങൾക്ക് ആ വാഗ്ദത്തം വേണോ വേണ്ടേ? ആർക്കൊക്കെ വേണം? വേണം. ശരി, സ്വന്തമായിട്ട് വാങ്ങാനുള്ള ഉദ്ദേശം വേണ്ട. വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ, അത് പൈസ വരുമ്പോൾ വാങ്ങിയാൽ മതി. പക്ഷേ കർത്താവിനായി ആ ഭൂമിയെ വീണ്ടെടുക്കുവാൻ എന്തു ചെയ്യണം? കാൽ ചവിട്ടണം. യേശുവിന്റെ നാമത്തിൽ ഞാനിവിടെ ചവിട്ടുന്നു. സ്തോത്രത്തോടുകൂടെ ചവിട്ടുക, വചനം പറഞ്ഞു പറഞ്ഞ് ചവിട്ടുക. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. പറഞ്ഞു പറഞ്ഞ് നടന്നേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും. നിങ്ങൾ പറയും, ഞാൻ നടക്കാം. കണ്ട, ഇത് പറയാൻ പോലും വയ്യ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും. ഫാസ്റ്റിംഗ് ആണോ എല്ലാവരും? ഫുഡുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ആഹാരം വെച്ചിട്ടുണ്ട്. ശക്തിയോടെ പറഞ്ഞേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും. ചില ആളുകളെ സാത്താൻ കെട്ടിവെച്ചിരിക്കും, വചനം പറയാൻ വിടില്ല. വായെ കെട്ടിവെച്ചിരിക്കും, വാ തുറക്കില്ല. അവരുടെ വിചാരം ഒന്നും അറിയാമോ? വാ ഒന്ന് തുറന്നൊരു വാക്ക് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ചെലവായി പോകും. അങ്ങനെയുള്ള ഉണ്ടോ? ഇല്ലല്ലോ. വാ തുറന്നങ്ങ് പറഞ്ഞേ, വചനം പറഞ്ഞേ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ആരാധിക്കും ദൈവത്തിന്റെ ജനം നാവിൽ നിന്നൊരു വാക്ക് പറയുമ്പോൾ അവിടെ ശക്തി പുറപ്പെടും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ, അനുഗ്രഹത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പറയണം. ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോഴായിരിക്കും ഒരാൾ, കടം കൊടുക്കാനുള്ള ഒരാൾ ഫോൺ വിളിക്കുന്നത്. ഉടനെ പറയും, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, നശിച്ച ജീവിതം എന്നൊക്കെ സ്വന്തമായിട്ട് പറയും. അങ്ങനെ പറയരുത്. അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ശാപത്തിലേക്ക് കൊണ്ടുപോകും. ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും കടബാധ്യതയുടെ മധ്യത്തിലും രോഗത്തിന്റെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും ഞെരുക്കത്തിന്റെ മധ്യത്തിലും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം, ജയത്തിന്റെ വാക്കുകൾ പറയണം, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ ഞാൻ മാനിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ ഞാൻ ഉയർത്തപ്പെടും എന്ന അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയണം, ജയത്തിന്റെ വാക്കുകൾ പറയണം. തലമുറകളെ നോക്കി പറയുക, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾ മാനിക്കപ്പെടും, എൻ്റെ മക്കൾ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തെ നോക്കി പറ, ഈ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തെ നോക്കി പറ, എൻ്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കാര്യതകളെ നോക്കി പറ, ഇതിലെല്ലാത്തിലും ഒരു അനുഗ്രഹം ഉണ്ടാകും, ഇതിലെല്ലാത്തിലും ഒരു ആശീർവാദം ഉണ്ടാകും. ആദ്യം ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. ഭൂമിയുടെ വീണ്ടെടുപ്പിന് മുന്നായി ആദ്യം ഓരോ ജീവിതങ്ങളിലും ഒരു വീണ്ടെടുപ്പ് സംഭവിക്കണം. ഓരോ ജീവിതങ്ങളിലും ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തൊഴിലിൽ, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഒരു റെസ്റ്റോറേഷൻ സംഭവിക്കണം. എങ്കിൽ മാത്രമേ ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനായി നമ്മെ സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ മാത്രം മനസ്സ് കുടുങ്ങിക്കിടക്കരുത്. അത് നിസ്സാരമാണ്. കഷ്ടങ്ങൾ കണ്ണുനീസാരമില്ല, നിത്യ തേജസ്സിൻ ഘനമൂർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഈ
ഇപ്പോഴുള്ള ഈ ലോകത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കരുത്. അതിനെ ഒരു സാരമായി എടുത്തുകൊണ്ട് നടക്കരുത്. അതൊരു ഒരു പ്രയാസമായി മനസ്സിൽ കൊണ്ട് നടക്കരുത്. ജീവിതത്തിൽ അത് പ്രയാസമായിരിക്കാം, പക്ഷെ മനസ്സിൽ ഇതൊരു പ്രയാസമാണ് എന്നുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെങ്ങനെ ഇരിക്കും? അതൊരു വിഷണ്ണ മനസ്സായിരിക്കും, ദുഃഖമുള്ള മനസ്സായിരിക്കും. എന്നാൽ കർത്താവ് തൻ്റെ മക്കൾക്ക് തരാനുള്ള മനസ്സ് എങ്ങനെയുള്ള മനസ്സിനെ തരുവാൻ ആഗ്രഹിക്കുന്നു? സ്തുതി എന്ന മേലാട ധരിച്ചൊരു മനസ്സിനെ കർത്താവ് തൻ്റെ മക്കൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. എന്ത കാലത്തിലും എന്ത നേരത്തിലും നന്ദിയാലും ഞാൻ തുതിപ്പേൻ, യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ, എന്ത വേളയിലും തുതിപ്പേൻ, യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ, തുതിപ്പേൻ, എന്ത വേളയിലും തുതിപ്പേൻ, എന്ത കാലത്തിലും എന്ത നേരത്തിലും നന്ദിയാലും ഞാൻ തുതിപ്പേൻ, യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ, തുതിപ്പേൻ, എന്ത വേളയിലും തുതിപ്പേൻ, യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ, തുതിപ്പേൻ, എന്ത വേളയിലും തുതിപ്പേൻ. ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും ഒരു ദൈവ പൈതൽ പറയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരില്ല എന്ന് വിചാരിക്കരുത്. വന്നേക്കാം. കാരണം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമിയിൽ നാം വസിക്കുന്ന കാലം ചില പ്രതികൂലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, ചില പോരാട്ടങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ദൈവത്തിൻ്റെ ജനം വിശ്വാസത്താലും വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും ജയമെടുക്കും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പുറത്തു വരുവാനുള്ള ഒരു അവസരത്തെ, ഒരു ഓപ്ഷനെ കർത്താവ് തൻ്റെ മക്കൾക്കായി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. സ്തുതിക്കുന്ന ഒരു സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. കാൽ ചവിട്ടുന്ന ദേശമെല്ലാം കർത്താവിന് സ്വന്തമാക്കുന്ന ഒരു സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ഏതെല്ലാം ദേശങ്ങളിൽ നടക്കാൻ പറ്റാമോ നടക്കുവിൻ. ഫ്ലൈറ്റിലാണോ യാത്ര ചെയ്യുന്നത്? സ്തുതിച്ചുകൊണ്ടേ യാത്ര ചെയ്യും. ട്രെയിനിലാണോ യാത്ര ചെയ്യുന്നത്? ആരാധിച്ചുകൊണ്ട് യാത്ര ചെയ്യും. മറ്റു വാഹനങ്ങളിലാണോ യാത്ര ചെയ്യുന്നത്? സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ വചനം പറഞ്ഞു പറഞ്ഞ് യാത്ര ചെയ്യും. ഒരു വലിയ ദൗത്യം ഈ ഭൂമിയെക്കുറിച്ച് സഭയുടെ കൈകളിൽ ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദൈവമക്കളെ കർത്താവിന് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ഈ ഇന്നത്തെ 70-80 കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ആയുസ്സുള്ള മനുഷ്യൻ ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10,000 മുതൽ 12,000 വരെ. എത്ര? 10,000 മുതൽ 12,000 വരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ഞാൻ എങ്ങനെ എണ്ണി നടക്കും അല്ലേ? എണ്ണയെ വേണ്ട. നിങ്ങളുടെ മൊബൈലിൽ, ആർക്ക് മൊബൈൽ ഫോണുണ്ട്? കൈവർത്തിക്കാൻ. ശരി, ഗൂഗിൾ ഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾ എണ്ണണ്ട, ഗൂഗിൾ ചേട്ടൻ എണ്ണിക്കൊള്ളും. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നടന്നുകൊണ്ടേയിരിക്കണം. വെറുതെ അല്ല നടക്കേണ്ടത്, വചനം പറഞ്ഞുകൊണ്ടേ നടക്കണം, സ്തുതിച്ചുകൊണ്ടേ നടക്കണം. ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 70-80 ആയുസ് ധരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കാം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കാതെ വിടുകയില്ല. നമ്മുടെ ശരീരത്തെ ഹെൽത്തിയായി നോക്കുവാൻ, ആരോഗ്യത്തോടെ വെക്കുവാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ സിഗരറ്റ്, മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളിൽ അത് ഉപയോഗിച്ചാൽ എന്താണ് ഗുണം? എന്തൊക്കെ വൈറ്റമിൻസ് കിട്ടും? പറഞ്ഞേ, എനിക്ക് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാ. എന്തൊക്കെ വൈറ്റമിൻസ് കിട്ടും? എന്തൊക്കെ മിനറൽസ് കിട്ടും? എന്തൊക്കെ ന്യൂട്രീഷൻസ് ഉണ്ട്? എന്തൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്? പറഞ്ഞേ, എന്തെങ്കിലും ഉണ്ടോ? കരിയേപ്പിലയോ? എന്താ സിസ്റ്റർ? കേട്ടില്ല. അടുത്തിരിക്കുന്നവർക്കെല്ലാം കേട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കേട്ടില്ല. ശരി, ഓക്കെ. അപ്പോ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾ കഴിക്കരുത്. ഓക്കെ.
അടുത്തേക്ക് എടുത്ത് പറഞ്ഞേ, ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കഴിക്കരുത്, ചെയ്യരുത്. ഓക്കെ. പഴയ നിയമത്തിൽ ശരീരത്തിലൊരു മുറിവേൽപ്പിക്കുവാൻ പോലും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ശരീരത്തെ ആരോഗ്യമായി സൂക്ഷിക്കണം. വ്യായാമത്തെക്കുറിച്ച് വചനം പറയുന്നു, വ്യായാമം, എക്സസൈസ് അല്പം പ്രയോജനമുള്ളത്, ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരീരത്തിനും അതിൻ്റെതായ ഹെൽത്ത് വേണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം ദൈവത്തിന്റെ മക്കളും ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് വചനത്തിന്റെ ബേസിൽ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. സോ നിങ്ങൾ നടക്കണം. എന്ത് ചെയ്യണം? അടുത്ത എഴുതി പറഞ്ഞ് നടക്കണം. വചനം പറഞ്ഞു പറഞ്ഞ് നടക്കണം. സ്തുതിച്ചുകൊണ്ട് നടക്കണം. ആരാധിച്ചുകൊണ്ട് നടക്കണം. അഭിഷേകത്തിൽ നടക്കണം. തീയായി നടക്കണം. നടക്കോ? ഈ പറയുമ്പോൾ മാത്രം തീയായിരുന്നാൽ പോരാ, നടക്കുമ്പോഴും തീയായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു 1-2 കിലോമീറ്ററൊക്കെ ഓട്ടോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പൈസ ഇല്ല എങ്കിൽ, വണ്ടി ഇല്ല എങ്കിൽ ക്ഷീണിച്ച് തളർന്ന് ദുഃഖിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഇരിക്കരുത്. അവിടെ സന്തോഷത്തോടെ നടക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. ഓട്ടോ ഡ്രൈവർമാർ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. ശരി, ഓട്ടോയിൽ കയറിയാലും അവിടെയും ആരാധിച്ചുകൊണ്ട് നടക്കുക. ആരാധിച്ചുകൊണ്ട് പോയിക്കോ, സ്തുതിച്ചുകൊണ്ടേ പോയിക്കോ, വചനം പറഞ്ഞുകൊണ്ടേ പോയിക്കോ. വാഹനം ഓടിക്കുന്നവർ, നടന്നു പോകുന്നവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, നിങ്ങളുടെ യാത്രകളിലെല്ലാം ആരാധന വേണം, സ്തുതി വേണം, വചനം വേണം. സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരെ ഈ ഭൂമിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലത്തിന് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ടേ നടക്കണം, സ്തുതിച്ചുകൊണ്ടേ നടക്കണം, വചനം പറഞ്ഞുകൊണ്ടേ നടക്കണം. നിങ്ങളുടെ വീട്ടിലും അത് തന്നെ. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിലൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഒരു 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 ആശ്വാസമില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉടനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നടക്കണം. വീടിന് ചുറ്റുമല്ല, ആ നാട്ടിൽ കൂടെ മുഴുവൻ നടക്കുക. എങ്ങനെ നടക്കണം? ആരാധിച്ചുകൊണ്ട് നടക്കണം, സ്തുതിച്ചുകൊണ്ട് നടക്കണം. ആ ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളാണ് നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സന്തോഷത്തെ നഷ്ടപ്പെടുന്നത്. ഒരു ദൈവവേദൽ വചനം പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണെങ്കിൽ ആ പൈശാചിക ബന്ധനങ്ങൾ, ആ പൈശാചിക നുഖങ്ങൾ പൊട്ടിപ്പോകും. ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, പിശാചിന്റെ അധീനതയിൽ നിന്ന് ഭൂമിയെ വിടുവിച്ചെടുക്കുവാനുള്ള ഒരു ദൗത്യത്തെ കർത്താവ് തന്റെ മക്കൾക്ക് തന്നിട്ടുണ്ട്. പ്രയർ വാക്ക്, പ്രൈസ് വാക്ക്, വർഷിപ്പ് വാക്ക്, അനോയിന്റിങ് വാക്ക്, ഈ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം. നമുക്ക് പറഞ്ഞേ, സഞ്ചരിക്കാം. ആത്മാവിൽ സഞ്ചരിക്കാം, വചനത്തിൽ സഞ്ചരിക്കാം, അഭിഷേകത്തിൽ സഞ്ചരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് ചില ആളുകൾ വചനം കേൾക്കാതെ ഇപ്പോഴേ എഴുന്നേറ്റ് സഞ്ചരിച്ചു തുടങ്ങണ്ട. വചനം കേട്ട് പൂർത്തിയായി ആരാധനയ്ക്ക് അടങ്ങിയിരുന്ന് വചനം കേട്ടതിന് ശേഷം സഞ്ചരിച്ചാൽ മതി. നോക്കിക്കേ, ദൈവത്തിന്റെ ജനം ഈ ഭൂമിയിൽ വലിയൊരു മാറ്റത്തെ കൊണ്ടുവരുവാൻ ദൈവം തന്റെ മക്കളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ഒന്ന് ചവിട്ടിക്കേ, ചവിട്ടിക്കേ. നിങ്ങൾ ഓരോ കാൽ വെക്കുമ്പോഴും ഈ വചനങ്ങൾ ഓർമ്മിക്കണം. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുക, നിങ്ങൾ ഓരോ കാല് വെക്കുമ്പോഴും ആമേൻ, ഈ ഭൂമിയെ ദൈവം എന്നെ ഉപയോഗിച്ച് വിടുവിക്കുകയാണ്. ദുഷ്ടന്റെ അധീനതയിൽ നിന്നും ഈ ഭൂമിയെ ഞാൻ വിടുവിച്ചെടുക്കുകയാണ്. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും മെതിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. മെതിക്കുവാനുള്ള ഒരു അധികാരത്തെ തന്നിരിക്കുന്നു, ചവിട്ടുവാനുള്ള ഒരു അധികാരത്തെ തന്നിരിക്കുന്നു. ദൈവവേദനെ ഒരു സാധാരണ മനുഷ്യൻ നടക്കുന്നത് പോലെ അല്ല നീ നടക്കേണ്ടത്. നീ നടക്കുമ്പോൾ ചിലത് മെതിക്കപ്പെടും, ചിലതിന്റെ തല തകരും, ചില ശക്തികൾ തകരും, ചില ശക്തികൾ പൊട്ടും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന്റെ ജനം സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിന്റെ ജനം നടക്കുമ്പോൾ ആ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും, ആ ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടാകും, ആ ഭൂമിക്ക് മാറ്റമുണ്ടാകും. ദൈവത്തിന്റെ ജനം സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനം, വചനം പറയുന്ന ദൈവത്തിന്റെ ജനം, ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം, വിശ്വാസമുള്ള ദൈവത്തിന്റെ ജനം, അഭിഷേകമുള്ള ദൈവത്തിന്റെ ജനം, ദൈവ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും വചനം പറഞ്ഞു പറഞ്ഞ് നടക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഭൂമിക്ക് സംഭവിക്കും. ഭൂമിയെ വീണ്ടെടുക്കുവാൻ, ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് ഭൂമിയെ വീണ്ടെടുക്കുവാൻ, പിശാചിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഭൂമിയെ വിടുവിച്ചെടുക്കുവാൻ ദൈവവിധലെ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നു. നീ ഭൂമിയുടെ ഉപ്പാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. നിന്നെ കൊണ്ട് പ്രയോജനമില്ലാതെ പോകരുത്. പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ശക്തിയെ കർത്താവ് നിന്റെ മേൽ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നിന്റെ മേൽ തന്നിരിക്കുന്നു. ജീസസ്, ജീസസ്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ചിരിക്കുന്നത് ആമേൻ ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ ഭൂമിയെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനോട് പറ്റി നിന്ന്, കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ അന്തരീക്ഷങ്ങൾക്ക് ഒരു മാറ്റത്തെ വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയെ അടക്കി വാഴുവാൻ ശ്രമിക്കുന്ന പല തരത്തിലുള്ള പൈശാചിക ശക്തികളുണ്ട്. ദൈവത്തിന്റെ മക്കൾ, വചനം എടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ, വചനം എന്ന വാളെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ, വചനം എന്ന ആത്മാവിന്റെ വാളെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആ പൈശാചിക ശക്തികളെ തകർക്കും, അതിനെ മെതിക്കും. ഇൻ ജീസസ് നെയിം അതിനെ മെതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ നോർമൽ വാക്കാണ്, പക്ഷെ അകമേ ഇതൊരു നോർമൽ വാക്കല്ല. അകമേ പല ശക്തികളെയും ചതയ്ക്കുന്ന വാക്കാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 10:19 ഞാൻ പറഞ്ഞ വാക്യങ്ങൾ തന്നെയാണ്, ഒന്ന് വായിച്ചു പോകാം. ലൂക്കോസ് 10:19. ഭൂമിയെ വീണ്ടെടുക്കുവാൻ കർത്താവ് തന്റെ മക്കളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. இதோ சர்ப்பங்களையும் தேள்களையும் மிதிக்கவும் சத்துருவினுடைய சகல வல்லமையும் மேற்கொள்ளவும் உங்களுக்கு அதிகாரம் கொடுக்கிறேன். ஒன்றும் உங்களை சேதப்படுத்த மாட்டாது. Nothing will harm you. ഒന്നും നിങ്ങൾക്ക് ഛേദം വരുത്തുകയില്ല. നീ മെതിക്കും പാമ്പുകളെയും തേളുകളെയും, ശത്രുവിന്റെ, ഏത് ശത്രുവിന്റെ? പിശാച് എന്ന ശത്രുവിന്റെ സകല ബലത്തെയും മെതിക്കുവാൻ, ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നത്തിങ് വിൽ ഹാം യു. ഒന്നും നിങ്ങളെ അപായപ്പെടുത്തുകയില്ല. ജീസസ്, ജീസസ്, ജീസസ്. ചവിട്ടുന്നത് എന്തിനാ? എന്തിനാ? പാമ്പിനെ, തേളിനെ, സിംഹത്തെ, അണലിയെ, ബാലസിംഹത്തെ, പെരുമ്പാമ്പിനെ. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീമോണിക് കാറ്റഗറീസ് ആണ്. പിശാചിന്റെ മേഖലയിലുള്ള പല ടൈപ്പുകളാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ഇതിനെ മെതിക്കും. ദൈവത്തിന്റെ പൈതൽ നടക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതൽ വചനം പറയുമ്പോൾ, ദൈവത്തിന്റെ പൈതൽ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതൽ അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ ഇതെല്ലാം മെതിക്കപ്പെടുകയാണ്. ആരാധന പെരുകണം, സ്തുതി പെരുകണം. നിന്റെ ജീവിതത്തിൽ സ്തുതി പെരുകണം, നിന്റെ ജീവിതത്തിൽ ആരാധന പെരുകണം, നിന്റെ ജീവിതത്തിൽ അന്യഭാഷ പറയുന്നത് വർദ്ധിക്കണം, നിന്റെ ജീവിതത്തിൽ വചനം പറയുന്നത് വർദ്ധിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകത്തിൽ സഞ്ചരിക്കുന്നത് വർദ്ധിക്കണം, 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 വർദ്ധിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം നിന്നെ സൗഖ്യത്തോടുകൂടെ നടത്തുന്നത്, നിനക്ക് സൗഖ്യത തന്നത്, നിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ചെടുത്തത്, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തന്നത്, സമാധാനം തന്നത് നിന്നെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രയോജനമുണ്ടാകട്ടെ, ഭൂമിക്ക് ഒരു പ്രയോജനമുണ്ടാകട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഹല്ലേലൂയ. ദീർഘായുസോടുകൂടി ഇരുന്ന്, ആമേൻ. എങ്ങനെ? ദീർഘായുസോടുകൂടി ഇരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ അധികം കൊണ്ടുവരണം. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ശക്തികളെ ജയിക്കുവാൻ അഭിഷേകത്തെ ചുമക്കുന്ന, ശക്തിയെ കൊണ്ടുവരുന്ന, ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന ദൈവപുത്രന്മാർ ഭൂമിയിൽ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് വേഗം മരിച്ചാൽ മതി എന്നുള്ള ടെൻഡൻസിയിൽ ആരും ഇരിക്കണ്ട. അത് പിശാച് തരുന്ന ടെൻഡൻസിയാണ്. ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ വേണം. ദീർഘായുസോടുകൂടി ഇരുന്ന് കർത്താവിന്റെ അഭിഷേകത്തെ ചുമക്കുന്ന,
ദൈവമഹത്വത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ വേണം. അവർ വർദ്ധിക്കണം. ഹല്ലേലൂയ. ആദിയിൽ ദൈവം എങ്ങനെ ഭൂമിയെ സൃഷ്ടിച്ചുവോ ദൈവം പറഞ്ഞു വെരി ഗുഡ്, വളരെ നല്ലത്. എന്നാൽ അതിനെ അലങ്കോലമാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ തിരികെ കൊണ്ടുവരുവാൻ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. കാൽവരി ക്രൂശിൽ കർത്താവ് യാഗമായി മാറിയത്, രക്തം ചിന്തിയത്, ശരീരത്തെ തകർത്തത് ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ അലങ്കോലമാക്കി വെച്ചിരിക്കുന്ന അവൻ പൈശാചിക കരങ്ങളിൽ നിന്നും ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യാഗമായി മാറിയത്. ഹല്ലേലൂയ. Thank you, Lord Jesus. Thank you, Jesus. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. എന്താണ്? സാത്താൻ എന്ത് ചെയ്യും? ചതച്ചുകളയും. എന്ത് ചെയ്യും? എപ്പോ? നിങ്ങളുടെ കാൽ പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്യുമ്പോൾ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്കിംഗ് ശരീരത്തിനും നല്ലതാണ്. വാക്കിംഗ് അത് ആരാധിച്ചുകൊണ്ട് നടക്കുവാൻ നല്ലതാണ്. അതിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു പോകുവാൻ തക്കവണ്ണം അത് പ്രയോജനമുള്ളതാണ്. നടക്കുവേൻ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് എന്ത് ചെയ്തു? നടന്നു. നടക്കാമോ? ആർ റെഡി ടു വാക്ക്? നടക്കാൻ റെഡിയാണോ? ആരൊക്കെ നടക്കാൻ റെഡിയാണ്? ഓക്കെ, നിങ്ങൾ റെഡിയായാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വേണമെങ്കിൽ നടന്നു പോവാം. ആരൊക്കെ റെഡിയാണ്? ശരി. ഒരാൾ ഇവിടെ തമിഴ്നാട്ടിൽ കൂടെ നടന്നു പോ. ഓക്കെ, അപ്പോൾ എങ്ങനെ നടക്കണം? കണ്ടിന്യൂസ് നടക്കണം. ഈ പ്രസംഗം കേട്ട് ശനിയാഴ്ച വരത്തേക്ക് മാത്രം നടന്നാൽ പോരാ. ലൈഫ് ലോങ് ആയിട്ട് ഈ ഭൂമിയിൽ ഒരു യഥാസ്ഥാനത്തെ കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയുടെ ഏത് കോണിൽ പോയാലും ആ മഹത്വത്തെ ചുമന്നുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ആ മഹത്വത്തെ ചുമന്നുകൊണ്ട് സഞ്ചരിക്കണം. ആ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട് സഞ്ചരിക്കണം. ഭൂമിയിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവം തൻ്റെ പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവപുത്രന്മാരായി, തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായി, നടക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ദൈവപുത്രന്മാരായി എഴുന്നേൽക്കാം. നമ്മുടെ നോർമൽ നടത്തം അതൊരു ദൈവ പൈതലിന് അത് നോർമൽ നടത്തമല്ല, ആത്മമണ്ഡലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന നടത്തമാണ്. കർത്താവ് യോശുവോട് പറഞ്ഞു, നീ കാൽ ചവിടുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും. കണ്ണോക്കുന്ന ഭൂമിയല്ല. എങ്ങനെ? കണ്ണോക്കുന്ന ഭൂമിയെല്ലാം നിനക്ക് സ്വന്തമായി തരും. ഹല്ലേലൂയ. അപ്പൊ കാൽ ചവിട്ടുന്നതിൽ, കണ്ണ് നോക്കുന്നതിൽ, ഒരു ദൈവപുത്രന്റെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ പെട്ടാൽ തന്നെ അവിടെ ഡെലിവറൻസ് ആണ്. അവരുടെ ചിന്തയിൽ ചില കാര്യങ്ങൾ വന്നാൽ തന്നെ, അവൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ അവിടെ ഒരു വിടുതൽ ആരംഭിക്കും. അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കും. അങ്ങനെയാണ് ദൈവം തൻ്റെ മക്കളെ, തൻ്റെ പുത്രന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ചില വിഷയങ്ങൾ ഷെയർ ചെയ്യും, ചില കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ കരം ചലിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ ദൈവദൂതന്മാർ ആ കാര്യത്തെ ഏറ്റെടുക്കുകയാണ്. ഈ രീതിയിൽ കർത്താവ് തൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എന്താ പറയുന്നത്? വചനം എന്താ പറയുന്നത്? സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളയും. എല്ലാവരും പറഞ്ഞേ, ചതച്ചുകളയും. എങ്ങനെ? ചതച്ചുകളയും. എപ്പോ? കാൽ മെതിക്കുമ്പോൾ. കാലെപ്പോൾ മെതിക്കുന്നേ? ഒരിടത്ത് ചുമ്മാ ഇങ്ങനെയൊന്നും മെതിക്കണ്ട, ഇങ്ങനെ നടന്നുണ്ട്, ഇറങ്ങി നടന്നുകൊണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ദൈവം തൻ്റെ മക്കളെ സാത്താനെ ചതച്ചു കളയുവാൻ, സിംഹം, മണലി, പെരുമ്പാമ്പ് പോലുള്ള ദുഷ്ടശക്തികളെ തകർത്തു കളയുവാൻ, അവരെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പാദം പല സ്ഥലങ്ങളിലും പതിയണം, പല ഏരിയാസിലും പതിയണം. ഹല്ലേലൂയ. അവരുടെ ശ്രദ്ധ പല ഏരിയാസിലും വരണം. അതിലൂടെ ചില റെസ്റ്റോറേഷൻ കർത്താവ് ദേശത്തിൽ,
ഭൂമിയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ വരും. എന്നാൽ അതിലേക്ക് ഉപയോഗിക്കുവാൻ കർത്താവ് തൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ കാലത്തിൽ നമുക്ക് എന്തെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അത് ചെയ്തില്ല എങ്കിൽ മനുഷ്യർ ചവിട്ടിക്കളയുവാനല്ലാതെ പിന്നൊന്നിനും അതിനെ കൊള്ളുന്നതിനല്ല. ഉപ്പ് കാരമില്ലാതെ പോയാൽ മനുഷ്യർ ചവിട്ടിക്കളയുവാനല്ലാതെ പിന്നൊന്നിനും അതിനെ ഉപയോഗമില്ല. നമ്മൾ ഉപയോഗമില്ലാത്ത മക്കളായിരിക്കരുത്. ദൈവരാജ്യത്തിൽ കർത്താവിന് സഭയ്ക്ക് പ്രയോജനമുള്ള പാത്രങ്ങളായി നമുക്ക് മാറാം. അതിനായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ.